ആറ്റുകാൽ പൊങ്കാല അടുത്ത് വരെയാണ്. പൊങ്കാലയ്ക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കുന്നത് പൊങ്കാല പായസമാണ്. ചമ്പ പച്ചരി, മട്ടപ്പച്ചരി എന്നും പറയും. നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. 4-5 തവണ നല്ലോണം വൃത്തിയായിട്ട് കഴുകി പായസത്തിലേക്ക് വേണ്ട വെള്ളം അടുപ്പത്ത് വെക്കാം. കലത്തിന്റെ 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. മൺകലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണം. ശർക്കര ശർക്കര ചീകിയെടുത്തതാണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ശർക്കര എന്നുള്ള കണക്കിലാണ് എടുത്തേക്കണത്. നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ശർക്കരയും 2 ഗ്ലാസ് നാളികേരം ചെരുകിയതുമാണ് എടുക്കണത്. നല്ലോണം തിളച്ചു. അടുപ്പിൽ 3 തവണ ചുറ്റിയിട്ട് പ്രാർത്ഥിച്ച് 3 തവണയായിട്ടാണ് പൊങ്കാലയ്ക്ക് അരിയിടുക. തിളച്ച് തൂവിയതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. വേഗം തന്നെ തിളച്ചു വന്നു. ഇനി ഇളക്കാം. തിളച്ച് പൊന്തിയാൽ പിന്നെ വല്ലാണ്ട് തീ വേണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. മൺപാത്രം ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അരി മുഴുവൻ വെന്ത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശർക്കര ചേർക്കാം. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിളച്ച ശർക്കര നല്ലോണം അലിഞ്ഞ് ചേർന്നുള്ളൂ. ശർക്കര ഇട്ടിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ അടി പിടിക്കില്ല. വെള്ളം കുറുകി ശർക്കര ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നാളികേരം. ചിലരൊക്കെ ഒപ്പം എന്നുള്ള കണക്കിനും ചേർക്കാറുണ്ട്. അതായത് അരിയും ശർക്കരയും നാളികേരവും ഏകദേശം ഒരേ അളവിലെടുക്കും. ഇനി ഏലക്കായ ചേർക്കാനുണ്ട്. ഏലക്കായുടെ തൊലി കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ, പൊടിച്ചിട്ടില്ല. കുറച്ച് നെയ്യും കൂടി ചേർക്കും. ഇപ്പോൾ നാളികേരം മിക്സായി, വെള്ളം വറ്റി, പായസത്തിന്റെ പാകന്യായി. 2 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തേക്കണേ. കദളിപ്പഴം എടുക്കാം. തൊലി കളഞ്ഞിട്ട് നുറുക്കിയിടാം. നടു നീളത്തിലൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ കഷ്ണാക്കാം. ഇനി ഒന്നും കൂടി ഇളക്കിയ പായസമായി. എല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി വാഴയില കൊണ്ട് ഇങ്ങനെ മൂടി വെക്കും. ഉച്ചയ്ക്ക് തീർത്ഥം തളിക്കാൻ നേരത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കലം തുറന്നു വെക്കും. അടുപ്പത്തിരുന്ന് ഉച്ചവരെ ഒന്നുകൂടി വെള്ളമയൊക്കെ മാറി കുറുകി വരും പായസം. അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു.